ഈയൊരു ഭാഗത്തോടു കൂടി കുഞ്ഞിത്തുമ്പിയും പാറുവും ദേവും നമ്മോട് വിട പറയുകയാണ്. ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നീയെന്താ ഒന്നും മിണ്ടാത്തത്? വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാനൊന്നും നിൽക്കണ്ട. നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവരുടെ ആവശ്യങ്ങൾക്ക് നീ വേണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കണ്ണു പൊട്ടുന്ന ചീത്ത പറഞ്ഞാലും പിന്നെയും നാണം കെട്ടുകൊണ്ടുള്ള ഈ വിളി. അമ്മു പറയുന്നത് കേട്ടതും പാറു ഒന്ന് നിശ്വസിച്ചു. ഇനി വിളിക്കുമ്പോൾ നീ എൻ്റെ നമ്പർ അവർക്ക് കൊടുത്തേക്ക്. പാറു പറഞ്ഞു നിർത്തുമ്പോൾ ജഗൻ അവളെ നോക്കി കണ്ണുരുട്ടി. കാശി എല്ലാം കേൾക്കുന്നുണ്ട് എങ്കിലും അവൻ്റെ പ്രിൻസസുമായി കളിയിലാണ്. ദേ പെണ്ണേ, എനിക്ക് അവരോട് സംസാരിക്കണം അമ്മു. പാറു അതിൽ തന്നെ ഉറച്ചു നിന്നതും അമ്മു പിന്നെ ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരം കൂടി സംസാരിച്ച ശേഷമാണ് കോൾ കട്ട് ചെയ്തത്. നീ എന്ത് ചെയ്യാൻ പോവാ പാറു? നിന്നെ കാണാൻ അവർ എന്തിനാണ് വാശി പിടിക്കുന്നതെന്ന് നിനക്കറിയില്ലേ? അത് സമ്മതിച്ചു കൊടുക്കാനാണോ നിന്റെ പുറപ്പാട്? ജഗൻ അവളെ നോക്കി രൂക്ഷമായി തിരക്കി. അവിടുന്ന് ഒരു തരി മണ്ണ് പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏട്ടാ. അതുമല്ല, ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതാണ് അവിടം. ഞാൻ പറഞ്ഞതിന് ആ അർത്ഥാണോ പാറു നീ മനസ്സിലാക്കിയത്? അവർ നിന്നോട് പെരുമാറിയത്, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വരെ നീ ജീവിച്ച ജീവിതം, അവിടെ അനുഭവിച്ചു കൂട്ടിയത്, ഇതൊക്കെ നിനക്ക് വെറുതെ അങ്ങ് മറന്നു കളയാൻ മാത്രമേ ഉള്ളൂ? ജഗൻ ചോദിച്ചപ്പോൾ പാറു ഒന്ന് പുഞ്ചിരിച്ചു. അവരെന്നോട് പെരുമാറിയതിൽ എന്താ തെറ്റ്? സ്വന്തം അച്ഛൻ എന്നെക്കുറിച്ച് ചിന്തിക്കാത്തിടത്ത് ചെറിയച്ഛൻ ചിന്തിക്കേണ്ട ആവശ്യം എന്താണ്? പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒരു കുടുംബമുള്ളപ്പോൾ. പിന്നെ എന്നോട് കുറച്ചെങ്കിലും മോശമായി പെരുമാറിയിട്ടുള്ളത് സാന്ദ്ര ചേച്ചിയാണ്. അമ്മ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഒത്തിരി അനുഭവിച്ചു കഴിഞ്ഞു. പകരം വീട്ടാനൊന്നും ഞാനില്ല. എനിക്ക് സ്വസ്ഥമായി ജീവിക്കണമേട്ടാ. ഞാൻ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നീടൊരിക്കൽ ചെറിയച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടാൽ അത് ജീവിതകാലം മുഴുവനും എൻ്റെ മനസമാധാനം കളഞ്ഞുകൊണ്ട് വേട്ടയാടും. പിന്നെ ഞാനൊന്നും വെറുതെ ചെയ്തു കൊടുക്കാൻ പോകുന്നില്ല. എൻ്റേതായ എനിക്ക് അവകാശപ്പെട്ട ഒന്നുണ്ട്, അതെനിക്ക് വേണം. അതിനവർക്ക് സമ്മതമാണെങ്കിൽ മാത്രമേ അവരുടെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കൂ. പാറു പറഞ്ഞു നിർത്തിയപ്പോൾ ജഗൻ നോക്കിയത് ദേവിനെയാണ്. അവൻ്റെ കണ്ണുകൾ പാർവതിയിലാണ്. ചുണ്ടിൽ ചെറിയൊരു ചിരിയുണ്ട്. എന്താ പാറു അത്? എൻ്റെ അമ്മയുടെ ആഭരണങ്ങൾ. അത് ചെറിയമ്മയുടെ കൈവശമുള്ളതായി മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് വേണം. ജഗനൊന്ന് മൂളി. കുറച്ചു നേരം കൂടി ഇരുന്ന ശേഷം ജഗൻ അവരോട് ഗുഡ് നൈറ്റ് വിഷ് ചെയ്തുകൊണ്ട് കിടക്കാൻ പോയി. തുമ്പി കളിച്ച് ക്ഷീണിച്ച് ദേവിൻ്റെ നെഞ്ചിൽ കിടന്ന് ഉറക്കമായിട്ടുണ്ട്. കാശിയേട്ടാ, നിന്റെ ഡിസിഷനാണ് ബേബി. അതെന്തായാലും നിന്റെ ഒപ്പം ഞാനുണ്ടാകും. അവളുടെ മനസ്സ് വായിക്കും പോലെ മറുപടി. അവൾ മനോഹരമായി ചിരിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു. 2 ദിവസത്തിനുള്ളിൽ തന്നെ സാന്ദ്രയുടെ കോൾ പാറുവിനെ തേടിയെത്തി. കണ്ണീരും മാപ്പു പറച്ചിലുമായിരുന്നു കൂടുതൽ സമയം. പിന്നീട് പതിയെ അവിടെ നടന്ന സംഭവങ്ങൾ പറഞ്ഞു. കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞതിനാൽ പാറുവിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ശ്രീകലയും കരഞ്ഞുകൊണ്ട് പാറുവിനോട് സംസാരിക്കുകയും തിരികെ വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് പാറു മറുപടിയൊന്നും പറഞ്ഞില്ല. പാറുവിൻ്റെ വിവാഹം നടന്നത് അവർ അറിഞ്ഞിരുന്നില്ല. ഞാൻ ആ വസ്തു നിങ്ങളുടെ പേരിലേക്ക് എഴുതി തരാം, പക്ഷേ ഒരു കണ്ടീഷൻ. എന്താ മോളെ? ചെറിയമ്മയുടെ കൈവശമുള്ള എൻ്റെ അമ്മയുടെ ആഭരണം, അത് എനിക്ക് തിരികെ വേണം. പാറു പറഞ്ഞതും അവരുടെ മുഖം വിളറി. സാന്ദ്ര സംശയത്തോടെ തൻ്റെ അമ്മയെ നോക്കി. അത് മോളെ, അതിപ്പോൾ എൻ്റെ കൈവശമില്ല. ജയേട്ടൻ്റെ ചികിത്സയ്ക്കായി പണയം വെച്ചു. ശ്രീകല പറഞ്ഞപ്പോൾ ഇതൊക്കെ എപ്പോൾ എന്ന രീതിയിൽ സാന്ദ്ര അവരെ നോക്കി. എങ്കിൽ അത് തിരികെ എനിക്ക് എപ്പോൾ തരുന്നു അപ്പോൾ ഞാൻ നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കാം. പാറു പുച്ഛത്തോടെ മറുപടി നൽകി. അയ്യോ മോളെ, അങ്ങനെ പറയല്ലേ. ആ വസ്തു വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാ സാന്ദ്രയുടെ വിവാഹം നടത്താൻ ശ്രമിക്കുന്നത്. അത് കിട്ടുമ്പോൾ മോളുടെ സ്വർണവും എടുത്തു തരാം. പറ്റില്ല. എനിക്ക് സ്വർണം എപ്പോൾ കിട്ടുന്നു അപ്പോൾ വസ്തു നിങ്ങൾക്ക് കിട്ടും. പിന്നെ ചേച്ചിയുടെ വിവാഹം സമയത്ത് നടത്തേണ്ടത് എൻ്റെ ആവശ്യമല്ല. ഇനി ഇപ്പോൾ അത് മുടങ്ങിയാലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പാർവതി പറഞ്ഞപ്പോൾ അമ്മയും മകളും വിശ്വാസം വരാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. വായിലിട്ട് കുത്തിയാലും മിണ്ടാതെ നിന്നിരുന്ന പാർവതി തന്നെയാണോ ഇതെന്നവർ ഓർത്തു. ഞങ്ങൾക്കൊന്ന് ആലോചിക്കാൻ. ആയിക്കോട്ടെ, പക്ഷേ നാളെ എനിക്ക് തീരുമാനം അറിയണം. അത്രയും പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ കോൾ കട്ട് ചെയ്തു. ഡാ ദേവ, നീ എന്നെയൊന്ന് നുള്ളിക്കേ. നമ്മുടെ പാറു തന്നെയാണോ ഇത്? ജഗൻ മിഴിഞ്ഞ കണ്ണോടെ ചോദിച്ചപ്പോൾ പാറുവിന് ചമ്മലായി. അവൾ കാശിയെ നോക്കി. അതിനെ കാത്തിരുന്നത് പോലെ ചുണ്ടു കുറിപ്പിച്ചൊരു ഉമ്മ കൊടുത്തു അവൻ. ഓ, ഇവന് ഇത് തന്നെ ചിന്ത.
ജഗൻ പല്ല് കടിച്ച് പറഞ്ഞപ്പോൾ പാറു ചിരിച്ചു പോയി. അമ്മ, എന്തൊക്കെയാ അവളോട് പറഞ്ഞത്? ഏത് സ്വർണം, എന്ത് പണയം? അത് അവളുടെ തള്ളയില്ലേ, അവരുടെ സ്വർണം. ഒരു 10-20 പവൻ കാണും. അവർ മരിച്ച സമയത്ത് കിട്ടിയതാ. ഇവിടുത്തെ തള്ള പറഞ്ഞു കൊടുത്തതായിരിക്കും സ്വർണത്തെപ്പറ്റി അവളോട്. എന്നാലും ഇത്ര നാട് തെണ്ടി നടന്നപ്പോൾ എന്ത് അഹങ്കാരമാണെന്ന് നോക്കിക്കേ. കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, കൊടുക്കുന്നുണ്ട് അവൾക്ക്. അല്ല, അച്ഛൻ്റെ കാര്യത്തിനായി സ്വർണം പണയം വെച്ച കാര്യമൊന്നും അമ്മ പറഞ്ഞില്ലല്ലോ. എന്നിട്ട് ആ പൈസ എവിടെ? അതിന് ആര് പണയം വെച്ചു? അത് ഇവിടെ തന്നെയുണ്ട്. നിന്റെ കാര്യത്തിനായി ഞാൻ മാറ്റി വെച്ചതാ. ഇപ്പോഴത്തെ വിലയ്ക്ക് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ 20 പവൻ പോലും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൂടെ ഉണ്ടെങ്കിൽ ബാക്കി വാങ്ങിയാൽ മതിയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ? എൻ്റെ അമ്മേ, ആ സ്വർണത്തേക്കാൾ വില ആ സ്ഥലം വിറ്റാൽ കിട്ടും. വെറുതെ അവളെ വെറുപ്പിക്കാൻ നിൽക്കണ്ട. സാന്ദ്ര പറഞ്ഞപ്പോൾ നിരാശയോടെ മൂളി. അന്ന് തന്നെ പാറുവിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. പിറ്റേ ആഴ്ച തന്നെ സ്വർണം വാങ്ങി അവരുടെ പേരിലുള്ള വസ്തു അവരുടേതാക്കി. പക്ഷേ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പാറുവും ദേവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞെന്നും അവർക്കൊരു കുഞ്ഞുണ്ടെന്നും അറിഞ്ഞ് അമ്മയും മകളും ആകെ ഞെട്ടി. പാറുവിൻ്റെ മുന്നിൽ തങ്ങൾ ഒന്നുമല്ല എന്നുള്ള തോന്നൽ അവർക്ക് കടുത്ത നിരാശ നൽകി. വർഷങ്ങൾക്ക് ശേഷം. നാളെ തുമ്പിയുടെ 10ാം പിറന്നാളാണ്. ഈ വർഷങ്ങൾ കൊണ്ട് ഒത്തിരി മാറ്റം സംഭവിച്ചു. പാറു സ്വന്തമായി ഒരു ബൊട്ടീക്ക് തുടങ്ങി. അത് സക്സസ് ആയതിൻ്റെ ഫലമായി 2 ബ്രാഞ്ച് കൂടി ഓപ്പൺ ചെയ്തു. ജഗൻ്റെയും അമ്മുവിൻ്റെയും വിവാഹം കഴിഞ്ഞു. ഒരു വീട്ടിൽ തന്നെയാണ് താമസം. വിവാഹം കഴിഞ്ഞ അടുത്ത മാസം തന്നെ ജഗൻ തുമ്പിക്ക് കൂട്ടായി 2 ചെക്കന്മാരെ നൽകി. പാർത്തിക് കൃഷ്ണയും പൃഥ്വിക് കൃഷ്ണയും. തുമ്പിയുടെ കേശുവും കിച്ചുവും. സത്യ ഇടയ്ക്ക് വന്ന് തുമ്പിയെ കണ്ട് തിരികെ പോകും. മഹാലക്ഷ്മി ഇപ്പോഴും ഇടം തിരിഞ്ഞു തന്നെ നിൽക്കുകയാണ്. അന്നത്തെ സംഭവത്തിനു ശേഷം അവനൊരിക്കലും മഹാലക്ഷ്മിയെ കാണാൻ ചെന്നിട്ടില്ല. നാളെ വൈകിട്ടാണ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. പാച്ചിയമ്മയും എറണാകുളത്ത് നിന്ന് ക്രിസ്റ്റിയും കൂട്ടരും അവരുടെ ഫാമിലിയുമൊക്കെ നാളെ രാവിലെ എത്തും. ലിവിംഗ് റൂമിലിരുന്ന് ചിത്രം വരയ്ക്കുകയാണ് തുമ്പി. അവൾ നന്നായി വരയ്ക്കും. വളർന്നു വരും തോറും കുഞ്ഞു പാർവതി തന്നെയായി മാറിയിട്ടുണ്ട്. ഒരു ബേബി പിങ്ക് ടീഷർട്ടും ഷോർട്ട്സുമാണ് വേഷം. മുടി മൊത്തം എടുത്ത് ബൺ ചെയ്തിട്ടുണ്ട്. അവളുടെ ശ്രദ്ധ വരയ്ക്കുന്നതിലാണ്. ദീദി. 2 ചെക്കന്മാരുടെ വിളി കേട്ടതും അവൾ ചിരിയോടെ മുന്നിലേക്ക് നോക്കി. പതിയെ. പാഞ്ഞു പെറുക്കി ഓടി വരുന്നവരെ നോക്കി തുമ്പി പറഞ്ഞു. ചേച്ചി പറഞ്ഞ ചോക്ലേറ്റ് കിട്ടി. വാ, വേഗം തിന്നാം. ഇപ്പം വരാൻ കേശൂട്ടാ, ഇതൊന്ന് തീർത്തോട്ടെ. അതിന് 2 പേരും ഒരുപോലെ തലയാട്ടി. ബബ്ലൂസേ. കയ്യിൽ നിറയെ സാധനങ്ങൾ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ച ശേഷം തുമ്പിയുടെ അരികിലിരുന്ന കിച്ചൂനെ എടുത്ത് മാറ്റി അവിടെ കയറി ഇരുന്നു കൊണ്ട് ജഗൻ വിളിച്ചു. പപ്പ, എൻ്റെ ദീദിയാ, മാറിക്കേ. ഒന്ന് പോടാ ചെറുക്ക, എൻ്റെ ബബ്ലുവായി കഴിഞ്ഞാ നിൻ്റെയൊക്കെ ദീദിയായത്. ഗഗ്ഗ. തുമ്പി നീട്ടിയൊന്ന് വിളിച്ചു. ദീദിയുടെ പൊന്നാട്ടോ. അവൾ കിച്ചുവിനെ കൊഞ്ചിച്ചു. അപ്പം ഞാനോ? കേശുവും ആവേശത്തോടെ ചോദിച്ചു. എൻ്റെ ചക്കര. 2 പേരുടെയും കവിളിൽ മുത്തി. പിന്നെ ഒന്ന് ഉയർന്നു വന്ന് ജഗൻ്റെ കവിളിലും. കുശുംബൻ ഗഗൻ. ഇതെല്ലാം ഇവിടെ സ്ഥിരമാണ്. അമ്മ ഒരു ചിരിയോടെ അവരെ നോക്കിക്കൊണ്ട് സാധനങ്ങളെല്ലാം എടുത്ത് കിച്ചണിലേക്ക് നടന്നു. ജഗൻ അപ്പോഴാണ് തുമ്പി വരച്ച ചിത്രം കാണുന്നത്. കിച്ചണിൽ നിൽക്കുന്ന ഒരു സ്ത്രീയും പുരുഷനും. ഇരുവരും പുണർന്ന് ചുംബിക്കുന്നു. ജഗൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. ചെറുതായി കാശിയുടെയും പാറുവിൻ്റെയും ചായയല്ലേ അതിന്? അതെ അതെ, ഉണ്ട്, നല്ലവണ്ണം ഉണ്ട്. ഇവനെ കൊണ്ട് എൻ്റെ പെണ്ണിപ്പോൾ കിളി പറത്തി കൊണ്ടുവരുമല്ലോ ഭഗവാനെ. ജഗൻ പറഞ്ഞ് നാവ് എടുത്തില്ല. അമ്മു എന്തോ പോയി അണ്ണാനെ പോലെ ഓടി വരുന്നുണ്ട്. അമ്മു, എടി. ആ അവിടെ പാറു, ദേവേട്ടൻ. വേണ്ട, വിശദീകരിക്കണ്ട. മനസ്സിലായി. ആ പെണ്ണിന് ഇത്തിരിയെങ്കിലും ശ്വാസം കിട്ടിയാൽ മതിയായിരുന്നു. ഇതേ സമയം കാശി അവൻ്റെ പാറൂട്ടൻ്റെ അതിരങ്ങളുടെ മധു നുകരുകയായിരുന്നു. ഒരിക്കലും തീരാത്ത അനുരാഗത്തിൻ്റെ മധുരം. രാത്രി ഫ്രഷായി വന്ന പാറു കാണുന്നത് ദേവിൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് കഥ കേൾക്കുന്ന തുമ്പിയാണ്. സ്ഥിരം കാഴ്ച ആയതിനാൽ അവളൊന്ന് ചിരിച്ചുകൊണ്ട് മുടിയഴിച്ച് വൃത്തിയാക്കാൻ തുടങ്ങി. അച്ഛൻ്റെയും അമ്മയുടെയും പ്രണയകഥയാണ് കേൾക്കുന്നത്. എത്ര കേട്ടാലും തുമ്പിക്ക് മതി വരില്ല. തുമ്പിയുടെ കാശിയേട്ടൻ എപ്പോഴാ വരുന്നേ? അവളുടെ ചോദ്യം കേട്ടതും പാറുവും കാശിയും ഒരുപോലെ ചിരിച്ചു. കുഞ്ഞിപ്പെണ്ണ് വലുതാകുമ്പോൾ എൻ്റെ പൊന്നിൻ്റെ രാജകുമാരൻ മുന്നിൽ വരും.
പാറു അവർക്കരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ തുമ്പിയുടെ കണ്ണുകൾ വിടർന്നു. കുറേ സമയം ഓരോന്ന് സംസാരിച്ച് പതിയെ അവൾ ഉറങ്ങിയതും ദേവ് അവളെയും എടുത്ത് അവളുടെ റൂമിലേക്ക് പോയി. ബെഡിൽ കിടത്തി അവളുടെ നെറുകയിൽ ചുംബിക്കുമ്പോൾ വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് പോകുന്നതെന്ന് അവൻ അത്ഭുതത്തോടെ ഓർത്തു. ഇന്നും മിഴിവോടെ നിൽക്കുന്നുണ്ട് അവൻ്റെ പ്രിൻസസിനെ ആദ്യമായി കണ്ട നിമിഷം. തുമ്പി ഉറക്കത്തിൽ പുഞ്ചിരിക്കുന്നത് കണ്ടതും അവൻ്റെ ഹൃദയം വാത്സല്യത്താൽ നിറഞ്ഞു. അങ്ങകലെ ഒരു 15 വയസ്സുകാരനും ഒരു സുന്ദര സ്വപ്നത്തിലായിരുന്നു, ഒരു കുഞ്ഞി പൂമ്പാറ്റയുമായുള്ള സ്വപ്നത്തിൽ. പിറ്റേ ദിവസം മനോഹരമായി തന്നെ തുമ്പിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. എല്ലാവരും ഗിഫ്റ്റുകൾ കൊണ്ട് അവളെ മൂടി. പാർവും അമ്മുവും എല്ലാവരെയും കണ്ട് സന്തോഷത്തിലായിരുന്നു. രാത്രി ബീച്ചിൽ സ്പെൻഡ് ചെയ്ത് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അവർ അടിച്ചു പൊളിച്ചു. അങ്ങകലെ കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ ദേവ് പോസ്റ്റ് ചെയ്ത ചിത്രത്തിലേക്ക് അവൾ ഇമചിമ്മാതെ നോക്കി. തുമ്പിയെടുത്ത് അവളുടെ ചിരിയിലേക്ക് നിറഞ്ഞ മനസ്സോടെ നോക്കി നിൽക്കുന്ന ദേവും പാർവും. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞാലും അവർക്ക് യാതൊരു മാറ്റവുമില്ലെന്ന് അവൾക്ക് തോന്നി. കഴിഞ്ഞില്ലേ ഇത്? അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് അയാൾ തിരക്കി. നോക്ക് ജെറി, പാറുവിനെ പോലെ തന്നെയാണല്ലേ? ദേവിൻ്റെ എന്ന് പറയാൻ ആ ചിരി മാത്രമാണുള്ളത്. നീരജ പറഞ്ഞതും അയാൾ ചിരിയോടെ അവളുടെ വീർത്ത വയറിൽ തലോടി. നമ്മുടെ കുഞ്ഞും നിന്നെപ്പോലെയായിരിക്കും. വേണ്ട, അവൻ നിന്നെപ്പോലെ ആയാൽ മതി. നിന്റെ മുഖവും സ്വഭാവവും ഒക്കെയായി എന്നെപ്പോലെ ആയാൽ ചിലപ്പോൾ. നീരജ. അവൻ്റെ വിളിയിൽ അവൾ ചിരിച്ചു. ദേഷ്യം വരുമ്പോൾ എന്ത് സുന്ദരനാണെന്നോ എൻ്റെ ചെക്കൻ, കഴിച്ചു തിന്നാൻ തോന്നും. അവൾ പറഞ്ഞപ്പോൾ അവനിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. എങ്കിൽ അങ്ങ് സാധിപ്പിച്ചു തന്നേക്കാം നിന്റെ ആഗ്രഹം. എന്ത്? കടിച്ചങ്ങ് തിന്നോ എന്നെ? അവൻ രഹസ്യമായി പറഞ്ഞതും അവൾ നാണത്താൽ അവൻ്റെ നെഞ്ചിൽ മുഖം പുഴുത്തി. ജെറിൻ ഫിലിപ്പ്, നീരജയുടെ ഡോക്ടർ. അവളുടെ അസുഖം എല്ലാവരും ഒരു നാടകമായി കണ്ടു. പക്ഷേ നീരജയുടെ താളം തെറ്റിയ മനസ്സിനെ വർഷങ്ങൾ കൊണ്ടാണ് അവൻ തിരികെ കൊണ്ടുവന്നത്. പക്ഷേ അവൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അമ്മയുടെ മരണത്തിന് ഉത്തരവാദിയാണെന്നുള്ള ചിന്ത അവളെ വേട്ടയാടി. ഇതിനിടയിൽ നടന്ന ചന്ദ്രശേഖരൻ്റെ മരണവും അവളെ ആകെ തകർത്തു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു അവൾ. എല്ലാം കൊണ്ടും തകർന്നവളെ അവൻ നെഞ്ചോട് ചേർക്കുകയായിരുന്നു. അവൻ പ്രണയം പറഞ്ഞപ്പോൾ നിരസിക്കാൻ നിമിഷം പോലും എടുത്തില്ല. വർഷങ്ങളെടുത്തു അവൾ അവൻ്റേതായി മാറാൻ. ഇതിനിടയിൽ അവൻ ദേവിനെ ചെന്ന് കണ്ട് അവളുടെ അവസ്ഥയും ഇപ്പോൾ ഒരുപാട് മാറിയെന്നതും അറിയിച്ചെങ്കിലും ദേവ് അവൻ്റെ താല്പര്യമില്ലായ്മ അറിയിച്ചതിനാൽ പിന്നീട് ജെറിൻ അതിന് ശ്രമിച്ചില്ല. വിവാഹശേഷം അവൻ അവളെയും കൊണ്ട് കാനഡയിലേക്ക് പോകുകയായിരുന്നു. ഇപ്പോൾ സന്തോഷത്തോടെ പുതിയ അതിഥിയെ കാത്തിരിക്കുന്നു. താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ളതിനാൽ ദേവിൻ്റെ മുന്നിൽ നിൽക്കാനുള്ള ധൈര്യമില്ല. താൻ അതിന് തയ്യാറാവുന്ന നിമിഷം പാർവതിയുടെ കാലിൽ വീണ് മാപ്പ് പറയുമെന്ന് മനസ്സിൽ ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട് നീരജ. ബേബി. അവളുടെ കഴുത്തിലൂടെ ചുണ്ടുകൾ ഇഴച്ചുകൊണ്ട് അവൻ വശ്യമായി വിളിച്ചു. ഓരോ തവണയും പുതു അനുഭവങ്ങളാണ് അവൻ അവൾക്ക് നൽകുന്നത്. പ്രണയം ഒരു അനുഭൂതിയാണ്, അനുഭവിച്ചു തന്നെ അറിയേണ്ട അനുഭൂതി. പാർവതിയുടെ മേനിയിൽ ആകെ അവളുടെ കാശിനാഥൻ നിറഞ്ഞാടി. ഒരു പുതപ്പിൻ കീഴിൽ നഗ്നത മറച്ചുകൊണ്ട് പുണർന്നു കിടക്കുമ്പോൾ ഇരുവരുടെയും ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. ബേബി, സിംഗ് എ സോങ് ഫോർ മീ. എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിൻമിഴിയാകും മധുപാത്രത്തിലെ, നിൻമിഴിയാകും മധുപാത്രത്തിലെ മാസ്മരമധുരം നുകരാം ഞാൻ, മാസ്മരമധുരം നുകരാം ഞാൻ. അവൾ പാടി നിർത്തിയതും ആ ചുണ്ടുകൾ അവൻ കവർന്നെടുത്തു. അവർ ജീവിക്കട്ടെ. ഈ കഥയെ ഏറ്റെടുത്ത എല്ലാവരോടും ഒത്തിരി സ്നേഹം. എനിക്കായി ഒരു വരി കുറിക്കാൻ മറക്കല്ലേ.